Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് റെഡിയാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കരു വേറെയും വെള്ള വേറെ ആക്കിയിട്ടും വേണം നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള മാത്രം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞക്കരു മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 മുട്ടയും പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ വലിയ സവോളയാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം കൂറ്റി കളഞ്ഞെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2.5 ടീസ്പൂൺ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 2 എണ്ണം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിന് നടുവിലായിട്ട് പെട്ടെന്ന് തന്നെ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ ഒരു വശവും 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഹോൾ ഉണ്ടാക്കി വെച്ച ഭാഗത്തേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞക്കരു നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്